മാഡത്തിന് എന്തെങ്കിലും പരാതി ഉണ്ടോ? ഇനി പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു വെള്ള പേപ്പർ എങ്ങനെ എഴുതി തന്നാൽ മതി. ഇല്ലെങ്കിൽ അയൽക്കാരൻ്റെ പരാതിയിൽ ഹസ്ബൻഡ് റിമാൻഡിലാവും. ജാമ്യം പോലും കിട്ടുകയില്ല. സാറേ പരാതി ഉണ്ട് സാറേ. സാറേ സാർ ഇതൊന്ന് കേട്ടിട്ട് എങ്ങനെ പരാതി എഴുതണമെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഇതാ ശരിക്കും നടന്ന സംഭവം. പറയടാ ആയിത്തേട്ടനാടാ. പ്രിയ അങ്ങോട്ട് വന്നു. അവളിപ്പോ അങ്ങോട്ട് കയറി പോകുന്നുണ്ടല്ലോ. ചേട്ടന്റെ ഭാര്യയുടെ അടുത്ത് പറയണം എനിക്ക് ഭ്രാന്തില്ലാന്ന്. അല്ല ചേട്ടന്റെ ഭാര്യ പറയാണ് പ്രിയയുടെ അടുത്ത് എന്നെ കൊണ്ട് കൗൺസിലിംഗ് ചെയ്യാൻ. ആര് ധന്യോ? സംശയം ഉണ്ടെങ്കിൽ ചേട്ടൻ ഒന്ന് ഇപ്പൊ കിച്ചണിൽ അവിടെ ചർച്ച എന്നെ കുറിച്ചായിരിക്കും. എടാ ഈ ആയിത്തേട്ടൻ അടുക്കളപ്പുറത്ത് പോയി പെണ്ണുങ്ങളുടെ വർത്താനം കേൾക്കാൻ താല്പര്യമില്ല എന്ന് നിനക്കറിയില്ലേ? നിനക്ക് എത്ര സംശയമാണെങ്കിൽ നീ വന്നു കേട്ടോ. ചേട്ടാ എനിക്കാരെ സംശയമില്ല, ഞാൻ ഒരു സംശയരോഗിയല്ല. എന്റെ ഭാര്യ നിന്റെ ഭാര്യയെ ഉപദേശിക്കുന്നു എന്നുള്ളത് നിന്റെ സംശയമല്ലേ? സംശയമല്ല, അതിനുള്ള തെളിവാണ്. ചേട്ടൻ ഒന്ന് അങ്ങോട്ട് ചെന്ന് നോക്ക്. എനിക്ക് വീട്ടിൽ കയറിയ ഒരു മനസമാനവും ഇല്ല. ചേട്ടന്റെ ഭാര്യയുടെ ഉപദേശവും കേട്ട് അവള് ഫുൾ ടൈം എന്റെ തോളിൽ കയറുക. നീ ഫോൺ കട്ട് ചെയ്യണ്ട. നിന്റെ ആ സംശയം ഞാൻ മാറ്റിത്തരാം. ചേച്ചിക്ക് അറിയാത്തോണ്ടാ ഒരു കാര്യമില്ലാതെ മെക്കിട്ട് കയറും. എനിക്കാണെ നല്ല മൈഗ്രെയിനും അതിൻ്റെ ഇടയ്ക്കാ. ഞാനാണെ ഉറങ്ങിയിട്ടേ ഇല്ല. എന്നിട്ട് ഒന്നും പറയണ്ടേ ചേച്ചി. ഇന്നലെ രാത്രി എവിടെ നിന്നെങ്ങാണ്ടോ എന്തോ ചീഞ്ഞ സാധനവും വലിച്ചു കയറ്റിക്കൊണ്ട് എൻ്റെ മേത്ത് കയറാൻ വന്നു. ഞാൻ സമ്മതിച്ചില്ല. അതിൻ്റെ ഇളക്കോ അവിടെ കിടന്ന് തുള്ളുന്നുണ്ട്. ചേച്ചി, എനിക്കിതൊക്കെ ചെയ്യണമെങ്കിൽ ആദ്യം എൻ്റെ മൈൻഡ് സെറ്റാവണം. അങ്ങേർക്ക് മൈൻഡ് സെറ്റാവണമെങ്കിൽ കാര്യം നടക്കണം. സ്വന്തം കാര്യം കഴിഞ്ഞ് എണീറ്റ് പോവുകയും ചെയ്യും. സ്ഥിരം ഇതന്നെ പരിപാടി. അപ്പം പിന്നെ നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? സ്വയം സന്തോഷിപ്പിക്കാനുള്ള കഴിവ് കൂടി സൃഷ്ടാവൻ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഞാനത് ഹാപ്പിയാ. അത് തന്നെ സെൽഫി. മാഡം കുറച്ചു നേരം പുറത്ത് വെയിറ്റ് ചെയ്തോളൂ, ഞാൻ വിളിക്കാം. ഈ സൃഷ്ടാവും സെൽഫിയും അതെന്തോന്നാ? ആ ആ ആ നീ എപ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയത്? എപ്പോഴാന്നൊക്കെ ചോദിച്ചാ ചെറുപ്പത്തിൽ എപ്പോഴോ തപ്പി പിടിച്ച് കണ്ടെത്തിയതാ. ഞാൻ ഈ അടുത്ത കാലത്ത് ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞ. ഈ അടുത്തോ? പ്രിയക്കറിയാമല്ലോ, എനിക്ക് ആങ്സൈറ്റിയും സ്ട്രെസ്സൊക്കെ കുറച്ച് കൂടുതലാണ്. കുറേ കാലമായിട്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്നുണ്ട്.
പക്ഷെ എൻ്റെ ഉറക്കമൊന്നും അങ്ങ് ശരിയാവുന്നില്ല. പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ ഒരാളോട് ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഈ ടോപ്പിക്കിലെത്തി. ആ ഭയങ്കര സ്ട്രെസ്സൊക്കെ ഉള്ളപ്പോൾ ഒന്ന് റിലാക്സ്ഡ് ആവാൻ നല്ലതാ. ആരാ പറഞ്ഞേ? കൗൺസിൽ ചെയ്യുന്ന ആളാ? അല്ല, പിന്നെ നമ്മുടെ ഉണ്ണിയേട്ടൻ. ഉണ്ണിയേട്ടനോ? ആ, നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ? അങ്ങനെ സംസാരിച്ചതല്ല. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആളുടെ കാര്യങ്ങൾ പറഞ്ഞു. ഈ എക്സസൈസ്, തെറാപ്പി അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ ഈ വിഷയത്തിലോട്ട് വന്നതേ ഉള്ളൂ. സത്യത്തിൽ എന്നോട് ഇത്ര ഓപ്പണായി ആദ്യമായിട്ടാണ് ഒരാൾ സംസാരിക്കുന്നത്. നമ്മൾ തന്നെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഇപ്പോഴല്ലേ. നമ്മുടെ വീട്ടുകാരോ കൂട്ടുകാരോ ടീച്ചർമാരോ ഒന്നും നമ്മളോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ലല്ലോ. അതൊക്കെ ശരി തന്നെ ചേച്ചി. പക്ഷെ വേറെ എന്തെങ്കിലും ഉദ്ദേശമായിരിക്കോ? എന്തുദ്ദേശം? ദേ കൊടുത്തിട്ട് വരാം. ആരാ? വിവേക. പറയടാ, നിന്റെ സംശയമൊക്കെ മാറിയോ? ആയിത്തേട്ട എന്റെ സംശയം അവിടെ നിൽക്കട്ടെ. ഞാൻ ഒരു സാധനം വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്. അത് കേട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ എന്നെ ഒന്ന് തിരിച്ചു വിളിക്കും. ശരിയടാ. ആ ഓക്കെ. ആ ഭയങ്കര സ്ട്രെസ്സൊക്കെ ഉള്ളപ്പോൾ ഒന്ന് റിലാക്സ്ഡ് ആവാൻ നല്ലതാ. ആരാ പറഞ്ഞേ? കൗൺസിൽ ചെയ്യുന്ന ആളാ? അല്ല, പിന്നെ നമ്മുടെ ഉണ്ണിയേട്ടൻ. ഉണ്ണിയേട്ടനോ? ആ, നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ? നിങ്ങളെ പെണ്ണുങ്ങളോടൊപ്പം അവനെ പിടിച്ചാലല്ലേ നാണക്കേടുള്ളൂ. മൂക്ക് വയ്ക്കാൻ വന്ന പെൺകൊച്ചിനും മറ്റേ രണ്ട് മിനിറ്റോട് വളച്ചു വീഴാണ്. ആയിത്തേട്ടാ